SFI പ്രവർത്തകരായ വിദ്യാർത്ഥിനികളുടെ വ്യാജ പീഡന പരാതിയിൽ കുടുങ്ങിയ അധ്യാപകനെ വെറുതെ വിട്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. മറയൂർ സ്വദേശിയായ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ 11 വർഷത്തിന് ശേഷമാണ് കുറ്റവിമുക്തനായത്. കോപ്പിയടി പിടികൂടിയതിലെ പ്രതികാരമായാണ് വിദ്യാർത്ഥിനികൾ അധ്യാപകനെ പീഡന പരാതിയിൽ കുടുക്കിയത്. ഇവർ മൂന്നാറിലെ പാർട്ടി ഓഫീസിലെത്തി ഗൂഢാലോചന നടത്തിയ ശേഷമാണ് അധ്യാപകനെ കുടുക്കിയത് എന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, എത്ര നീചമായ പ്രവൃത്തിയാണ് ഈ വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. SFI പ്രവർത്തകരായ ഈ വിദ്യാർത്ഥിനികൾ വ്യാജ പീഡന പരാതി നൽകി കുടുക്കിയ അധ്യാപകനെ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 11 വർഷമാണ് നഷ്ടമായത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏകദേശം 11 വർഷത്തോളം ഒരു പാപഭാരവും പേറി ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ആനന്ദ് വിശ്വനാഥ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിയെങ്കിലും നീതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് അദ്ദേഹമുള്ളത്. ഈ സംഭവം നടക്കുന്നത് 2014 മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ 2ാം സെമസ്റ്റർ എക്കണോമിക്സ് പരീക്ഷ നടക്കുന്ന സമയത്താണ് 5 വിദ്യാർത്ഥിനികളെ കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ട് ചീഫ് അഡീഷണൽ എക്സാമിനറും അതുപോലെ തന്നെ കോളേജ് എക്കണോമിക്സ് വിഭാഗം മേധാവിയുമായ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥ് പിടികൂടുന്നത്. ഇതിനുശേഷം ഇവരെ ഈ വിഷയം യൂണിവേഴ്സിറ്റി അറിയിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ കോളേജ് അധികൃതർ ഇതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിന് അവരെ പ്രേരിപ്പിച്ചത് ഈ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു. അത്തരത്തിൽ ഇതിനുശേഷം ഈ പരാതി അവിടെ കൊണ്ട് മുങ്ങിപ്പോവുകയും ശേഷം മറ്റൊരു പരാതി അവിടെ ഉടലെടുക്കുകയുമാണ് ഉണ്ടായത്. ഈ പെൺകുട്ടികൾ ഈ ആനന്ദ് വിശ്വനാഥിനെതിരെ പീഡന പരാതി നൽകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 കേസുകളാണ് പോലീസ് എടുത്തിരുന്നത്. ഇതിൽ 2 കേസുകളിൽ നിന്ന് ആനന്ദ് വിശ്വനാഥിനെ കീഴ്ക്കോടതി വെറുതെ വിട്ടിരുന്നു. അതായത് ദേവികുളം കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ 2 കേസുകളിൽ അദ്ദേഹത്തെ 3 വർഷത്തോളം ശിക്ഷിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നൽകിയ അപ്പീലിലാണ് ഇത്തരത്തിൽ നിലവിൽ ഇയാളെ കുറ്റമുക്തനാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം കോടതി വിധി ഉണ്ടായത്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ആനന്ദ് വിശ്വനാഥിനെ കുറ്റമുക്തനാക്കി വിധി പുറപ്പെടുവിച്ചത്. പ്രധാനമായും കോടതി നിരീക്ഷിച്ചത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ്. ഈ കേസ് വന്നതിന് പിന്നാലെ തന്നെ യൂണിവേഴ്സിറ്റി ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ പെൺകുട്ടികൾ ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. മൂന്നാറിലെ പാർട്ടി ഓഫീസർ, അതായത് CPIM പാർട്ടി ഓഫീസിൽ എത്തിയ ശേഷം ഗൂഢാലോചന നടത്തിയ ശേഷമാണ് ഈ ഒരു കേസ് നൽകാൻ പെൺകുട്ടികൾ തയ്യാറായത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ കേസ് നൽകിയത് എന്നുള്ളതാണ് ഈ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. അന്വേഷണ കമ്മീഷന്റെ ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ കുട്ടികളുമായി സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ അവർ ഈ അന്വേഷണ കമ്മീഷന് മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇതിൽ നിന്നാണ് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് കോടതി എത്തുകയും ഈ അധ്യാപകനെ വെറുതെ വിടുകയും ചെയ്തത്. എന്തായാലും ഈ 11 വർഷത്തോളം ഈ അധ്യാപകൻ ഈ ഒരു ബുദ്ധിമുട്ടിലാണ് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾക്കെതിരെ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് ആനന്ദ് വിശ്വനാഥ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്.